ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഡിസംബർ മാസം 10-ാം തീയതി ലോക മനുഷ്യാവകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടതാണ്. 1948 ഡിസംബർ 10 പാരീസിൽ ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക യോഗ തീരുമാനപ്രകാരം ആഗോളതലത്തിൽ എല്ലാ ഡിസംബർ 10-നും മനുഷ്യാവകാശ ദിനം ആചരിക്കണമെന്നത് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ബോധവൽക്കരണം, ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്കെതിരെ മനുഷ്യരുടെ മനസ്സിലെടുക്കുന്ന തീരുമാനങ്ങൾ, ധാരാളം ലക്ഷ്യങ്ങൾ ഈ ഒരു ദിന പ്രഖ്യാപനം കൊണ്ട് ഐക്യരാഷ്ട്രസഭ ആഗോളതലത്തിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ഇത് മനുഷ്യരുടെ മനസ്സിലൊരു ഓർമ്മപ്പെടുത്തലായി വരുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തത്വത്തിലൂടെയാണ് നമ്മുടെ ജീവിത വ്യവസ്ഥയെ തീരുമാനിക്കപ്പെട്ടത് എന്ന ഒരു യാഥാർത്ഥ്യം ഇതിനോടൊപ്പം ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്നവരെ ചില ഗ്രന്ഥങ്ങൾ കൊണ്ടുപോയി എത്തിക്കുന്നത് റൂസോയിലും വോൾട്ടയറിലും അതുപോലെ തന്നെ ജോൺ ലോക്ക് പോലെയുള്ള പരിമിതമായ വ്യക്തിത്വങ്ങളിൽ എത്തിച്ച് ചരിത്രത്തെ അവിടെ കെട്ടിപ്പൂട്ടുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ചരിത്രത്തിന്റെ പഠനം കൊണ്ടുപോയി മനുഷ്യാവകാശത്തിന്റെ ചരിത്ര അന്വേഷണത്തിൽ അവസാനം എത്തിക്കുന്നത് ഒരുപക്ഷെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലോ ഫ്രഞ്ച് വിപ്ലവത്തിലോ അല്ലെങ്കിൽ പടിഞ്ഞാറൻ മതേതര കാഴ്ചപ്പാടുകളിലോ അല്ലെങ്കിൽ ലിബറൽ തത്വങ്ങളിലേക്കോ ഒക്കെയാണ്. അതിനപ്പുറത്തേക്ക് മറികടക്കാൻ ഒരു ചരിത്രം അന്വേഷിക്കാൻ കഴിയാത്ത വിധം ചരിത്രത്തെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. അത്തരം അവസ്ഥയിലൂടെ മനുഷ്യ അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം സാധ്യമാകാത്ത കാലഘട്ടത്തിൽ തന്നെ അള്ളാഹുവിന്റെ ഖുർആൻ സുതാര്യമായി വളരെ വിശാലമായി തന്നെ ഈ വിഷയം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായി കാണാം. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഈ പറയപ്പെട്ടതിനപ്പുറമുള്ള ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അത് AD 632 മാർച്ച് മാസത്തിലാണ്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഹിജ്റയുടെ 10-ാം വർഷം പരിശുദ്ധ അറഫ മൈതാനിയിൽ വെച്ചാണ്. ഏകദേശം 7 മിനിറ്റോളമാണ് ആ പ്രഖ്യാപനത്തിന് വേണ്ടി വന്നിട്ടുള്ള പ്രോജ്വലമായ പ്രഭാഷണം നടത്തപ്പെട്ടിട്ടുള്ളത്. ഖസ്വ എന്ന ഒട്ടകത്തിന്റെ പുറത്ത് വെച്ചായിരുന്നു ആ പ്രഭാഷണവും പ്രഖ്യാപനവും ഉണ്ടായിട്ടുള്ളത്. പ്രഭാഷകനും പ്രഖ്യാപനം നടത്തിയ ആളും അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കരുതിക്കൂട്ടി പറഞ്ഞതാണ് 7 മിനിറ്റ് എന്നുള്ളത്. ചരിത്ര പഠനത്തിൽ ആ പ്രഖ്യാപനത്തിന് പരമാവധി ഉപയോഗിച്ചിട്ടുള്ള സമയം മിക്കവാറും 7 മിനിറ്റ് ആവാനാണ് സാധ്യത. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അന്നവിടെ പ്രഖ്യാപിക്കാൻ പോകുന്ന കാര്യങ്ങളെ നേരത്തെ മുതൽ നടപ്പാക്കി വന്ന് അത് ബോധ്യമായ സമൂഹത്തോട് ഇനി അതിന്റെ ചുരുക്കം ചില ചുവരെഴുത്തുകൾ മാത്രം പറഞ്ഞാൽ മതി, ശീർഷക വാചകങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തിന് ഒരു ജീവിതം കൊടുത്തത്, ധ്വംസനം ചെയ്യപ്പെട്ട അനന്തരസ്വത്തിൽ അവകാശം കൊടുത്തത്, അടിച്ചമർത്തപ്പെട്ട അടിമവർഗത്തിന് ജീവിതത്തിന്റെ ഹരിതാപ കാലഘട്ടത്തിലേക്ക് ഒരു വെളിച്ചം കൊടുത്തത്, ഇങ്ങനെ നിരവധി മനുഷ്യ അവകാശങ്ങളെ കൃത്യമായി വകവെച്ചു കൊടുത്ത ആ 23 വർഷം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അനുഭവിച്ച സമൂഹത്തിന്റെ മുന്നിൽ ഇനി ഒന്നേ ചോദിക്കാനുള്ളൂ. അവരോട് ഇനി ഒന്നേ ചോദിക്കാനുള്ളൂ, ഞാൻ നിങ്ങൾക്ക് കൃത്യമായി എത്തിച്ചു തന്നില്ലേ എന്നേ ചോദിക്കാനുള്ളൂ. അലാ ഹൽ ബല്ലഗ്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ, നിങ്ങൾ അനുഭവിച്ചില്ലേ എന്നേ ചോദിക്കാനുള്ളൂ. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ, ആ പ്രോജ്വല പ്രഭാഷണത്തിന് വേണ്ടി അവിടുന്ന് എടുക്കുന്നതായ സമയങ്ങൾ സ്വഹാബത്തിന് ബോധ്യപ്പെട്ടതിനെ അവരുടെ മനോമുഖരത്തിലൂടെ ഒന്ന് ചിത്രീകരിക്കുക മാത്രമേ ആവശ്യമുള്ളൂ. അത്രത്തോളം അത് നടപ്പായി കഴിഞ്ഞു.
അത്രത്തോളം അത് സ്വഹാബികൾ അനുഭവിച്ചു കഴിഞ്ഞു. ഒരു ഉദാഹരണം പറയാം. മഹാനായ അദി റളിയല്ലാഹു അൻഹു സ്വഹാബി പ്രമുഖനാണ്, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. മഹാനവറുകളോട് കാലങ്ങൾക്ക് മുന്നേ പരിശുദ്ധ അറഫയിൽ വെച്ച് പിന്നീട് പ്രഖ്യാപിക്കാൻ പോകുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആവും എന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസിൽ കാണാം, മഹാനായ അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറയാണ്, ബൈന അന ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ മറ്റു സ്വഹാബികളൊക്കെ ഉണ്ട്, ഞാനുമുണ്ട്. ആ സമയത്ത് ഒരാൾ കടന്നു വന്നു. ഹബീബിനോട് അയാൾ സങ്കടം പറയാം, മക്കം ഫതഹായിട്ടില്ല, അല്ലെങ്കിൽ അറഫ മൈതാനിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നിട്ടില്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് ഒരാൾ കടന്നു വന്നു. ഫശക്കാ ഇലൈഹിൽ ഫാഖ, അയാൾക്ക് പരാതി പറയാനുണ്ട്, സങ്കടം പറയാനുണ്ട്. പട്ടിണിയെക്കുറിച്ചാണ്, പട്ടിണിയെക്കുറിച്ച് സങ്കടം പറഞ്ഞു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു, സമാധാനിപ്പിച്ചു, പറഞ്ഞയച്ചു. അദ്ദേഹത്തിന് കിട്ടാൻ അർഹതപ്പെട്ടതായ സക്കാത്തിന്റെയോ മറ്റോ അവകാശപ്പെട്ട മുതൽ അയാൾക്ക് കൊടുക്കുകയും കൊടുക്കാൻ പറയുകയും ഒക്കെ ചെയ്തു. അയാൾ സന്തോഷം നിറഞ്ഞ മനസ്സോടുകൂടെ അങ്ങ് പോയി. പിന്നീട് രണ്ടാമതൊരാൾ വന്നു. ആ ആള് വന്നുകൊണ്ട് ഹബീബിനോട് പരാതി പറഞ്ഞത്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫശക്കാ ഇലൈഹി ഖത്അസ് സബീൽ, നബിയെ വഴിയിലൂടെ നടന്നു വരാൻ പാടില്ല, നടന്നു വരാൻ പാടില്ലാത്ത വിധം വഴി കൊള്ളക്കാർ ധാരാളമുണ്ട്. കൊള്ളയടിക്കുന്നവർ വഴിയിൽ പിടിച്ചു നിർത്തി കയ്യിലുള്ള സമ്പത്ത് കൊള്ളയടിക്ക, അതുപോലെ തന്നെ കൊലപാതകം നടത്ത, പേടിച്ച നടക്ക. അങ്ങനെ യാത്രായോഗ്യമല്ലാത്ത വിധം മദീനയിലേക്കുള്ള വഴികൾ മുഴുവനും അടയ്ക്കപ്പെട്ട പോലെ വഴികൊള്ളക്കാർ വ്യാപകമായിട്ടുണ്ട് എന്നതാണ് രണ്ടാമത്തെ ആളുടെ പരാതി. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനും സമാധാനിക്കാനുള്ള വഴികളും മറ്റു നിർദ്ദേശങ്ങളും സുരക്ഷിതത്വത്തിന്റെ മാർഗങ്ങളും ഒക്കെ കൊടുത്തിട്ട് ആ സദസ്സിൽ മുത്തുനബിയോട് ചേർന്നിരിക്കുന്ന എന്നോട് മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, സാധാരണ വഴിയോരങ്ങളിലെ കൊള്ളയും കവർച്ചയും പരാതി പറഞ്ഞതിൽ അമ്പരക്കേണ്ടതില്ല, അതിലും ഭീകരമായ കൊള്ളയും കവർച്ചയും നടക്കുന്ന ഒരു പ്രദേശമുണ്ട്. ഹീറ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? ഹീറയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹീറയിൽ നീ പോയിട്ടുണ്ടോ? ഹീറ കണ്ടിട്ടുണ്ടോ? മഹാനായ അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു, ഞാൻ പറഞ്ഞുല്ല, മറഹ നബിയെ, ഞാൻ പോയി കണ്ടിട്ടൊന്നുമില്ല. വഖദ് ഉംബിതു അൻഹാ, ഈ ഹീറയെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പല വാർത്തകളും കേട്ടിട്ടുണ്ട്. ഹീറയിൽ നിന്നും ഒരു യാത്ര വലിയ പ്രയാസമാണ്. ഈ വന്നതൊന്നും ഒരു പ്രശ്നമല്ല. വഴികൊള്ളയും കവർച്ചയും പരാതി പറഞ്ഞ സഹോദരൻ്റെത് ഒരു പരാതിയല്ല, അതിലും എത്രയോ ഭീകരമായി നിൽക്കുന്ന ഹീറയുടെ അനുഭവം നിനക്ക് കാണാനോ അനുഭവിക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ അദിയെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞിട്ടില്ല നബിയെ, പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ എഴുതി വെച്ചോളൂ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഇൻ ത്വാലത് ബിക ഹയാ, നിനക്ക് ആയുസ് ഉണ്ടെങ്കിൽ പിന്നീട് നിനക്ക് കാണാൻ കഴിയും, ലതറയന്ന, തീർച്ചയായും നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കും, അല്ലഈനത തർതഹിലു മിനൽ ഹീറ ഹത്താ തതൂഫ ബിൽ കഅബ ലാ തഖാഫു അഹദൻ ഇല്ലല്ലാഹ്. പിന്നീട് ഒരു കാലം വരാനുണ്ട്, ആലോചിച്ച് വെച്ചോളണം, ഓർത്ത് വെച്ചോളണം. ഹീറയിൽ നിന്നും ഒരു തരുണിമണിയായ പെണ്ണ്, ഒരു സുന്ദരി അവിടെ നിന്ന് തനിച്ച് യാത്ര ചെയ്യും. എവിടേക്ക്? പരിശുദ്ധ മക്കയിലേക്ക്. ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം യാത്ര എന്ന് പറയുന്ന പോലെ ദുർഘടമായ യാത്ര അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും. ഒറ്റയ്ക്ക് അവൾ യാത്ര ചെയ്ത് കഅബയിൽ വന്ന് അവൾ തവാഫ് ചെയ്യും. ലാ തഖാഫു അഹദൻ ഇല്ലല്ലാഹ്, പടച്ചോനെ അല്ലാതെ മറ്റാരെയും ഒരു സൃഷ്ടിയെയും പേടിക്കാത്ത വിധം സുരക്ഷിതമായ ഒരു വഴി ഒരുക്കും. അങ്ങനത്തെ ഒരു കാലം വരാനുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുദീർഘമായ ഹദീസാണിത്. സ്വഹീഹുൽ ബുഖാരിയിലെ ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന മഹാനായ അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി പറയുന്നുണ്ട്, ഖാല അദി ഫറഅയ്തു അല്ലഈന തർതഹിലു മിനൽ ഹീറ ഹത്താ തതൂഫ ബിൽ കഅബതി ലാ തഖാഫു ഇല്ലല്ലാഹ്. അന്ന് റസൂലുള്ളാഹി പറഞ്ഞ പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹീറയിൽ നിന്നും സുന്ദരിയായ ഒരു പെണ്ണ് അവൾ തനിച്ചു വന്ന് കഅബ തവാഫ് ചെയ്തു പോകുന്നത് ഞാൻ പലവട്ടം കണ്ടു.
ഹിറയിൽ നിന്നും തരുണികൾ മക്കയിലേക്ക് ഒഴുകുന്ന ഒരവസ്ഥ പോലും ലോകത്ത് ഉണ്ടായി. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് ആ 7 മിനിറ്റാണ് എങ്കിൽ അത് നടപ്പായത് അതിന് മുന്നേയാണ്. അത് അനുഭവിച്ചവരോട് അതിന്റെ ശീർഷകം മാത്രം പറഞ്ഞാൽ മതി. അത് ഇന്നതാണ് ഇന്നതാണ് എന്ന്. കുഴിച്ചു മൂടപ്പെട്ട ജീവന്റെ അവസാനത്തെ പിടച്ചിലും ഒന്ന് അലറിക്കരയാൻ പോലും കഴിയാത്ത നവജാത ശിശുക്കളെ നിർദാക്ഷിണ്യം കുഴിച്ചു മൂടിയ അറബ് സമൂഹത്തിന്റെ മുന്നിൽ മനുഷ്യത്വം പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മാവകാശവും സ്വത്തവകാശവും പറയാൻ അറഫയുടെ മൈതാനിയിലേക്ക് പോകുന്നതിന് മുൻപേ അത് നടപ്പാക്കിയിട്ടാ പോയത്. ഈ ആയത്തുകളൊക്കെ അതിന് മുന്നേ ഉള്ളതാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രഖ്യാപനം നടത്തുന്നതിന്റെ വളരെ മനോഹരമായ ഒരു ഭാഷയുണ്ട്. ഇന്ന ദിമാഅകും വ അംവാലകും വ അഅറാലകും ഹറാമുൻ അലൈക്കും. തന്റെ അനുവാചകരുടെ മുന്നിൽ ചിന്തനീയമായൊരു ചോദ്യം. ആ ഒരു പ്രഖ്യാപനം കേട്ട സ്വഹാബികൾ അവരുടെ ഒട്ടകം തിരിഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളിലേക്ക് ഒട്ടകത്തെ തിരിക്കാതെ യാത്ര ചെയ്തിരുന്നു. ഉഖബത്ത് ബിൻ നാഫിഉ പോയത് ആഫ്രിക്കയുടെ അറ്റത്തേക്കാണ്. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു പോയത് ടുണീഷ്യയിലേക്കാണ്. സഅദ് ബിൻ അബി വഖാസ് പോയത് ചൈനയിലേക്കാണ്. ഒട്ടകം തിരിയാതെ യാത്ര ചെയ്തവരവര്. ഈ പ്രഖ്യാപനത്തിന്റെ ഏറ്റവും മുഖ്യമായ ഭാഗം അതിന്റെ ആമുഖത്തിൽ തന്നെയുണ്ട്. ഇന്ന ദിമാഅകും വ അംവാലകും വ അഅറാലകും ഹറാമുൻ അലൈക്കും. നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം നിങ്ങൾക്കിടയിൽ പരസ്പരം ബഹുമാനിക്കപ്പെടേണ്ടതെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുപോലെ കഹുറുമതി യൗമികും ഹാദാ, ദുൽഹജ്ജിന്റെ അറഫാ ദിവസം പവിത്രം എന്ന പോലെ, ഫീ ശഹരികും ഹാദാ, ദുൽഹജ്ജ് മാസം എന്ന പവിത്ര മാസം പവിത്രമായതുപോലെ, ഫീ ബലദികും ഹാദാ, പുണ്യമാക്കപ്പെട്ട അറഫയുടെ ഭൂമിക പോലെ പവിത്രം പവിത്രം എന്ന ആത്മീയ സങ്കല്പത്തിലൂടെ ഒരു വലിയ റെസ്പെക്ട് പഠിപ്പിച്ചുകൊണ്ടാണ് വ്യക്തിത്വങ്ങളെയും ജീവിതങ്ങളെയും ശരീരങ്ങളെയും ലോകത്തൊരിടത്തും പീഡന താടനങ്ങൾ മനുഷ്യനോട് കാണിക്കാത്ത വിധം സുരക്ഷിതമായ നിയമങ്ങൾ പ്രഖ്യാപിച്ച ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فمن كانت عنده أمانة فليؤدها إلى من اؤتمنه عليها. വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർവഹിക്കുന്നതിൽ വീഴ്ച വരല്ലേ, സാവകാശം വരല്ലേ എന്നതും അതിനോട് ചേർത്ത് വെച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ കൂടെ പിന്നെയും പറഞ്ഞു, ഇന്ന നിസാഅകും അലൈക്കും ഹഖ്ഖാ, ഇന്ന ലിനിസാഇകും അലൈക്കും ഹഖ്ഖാ വലകും അലൈഹിന്ന ഹഖ്ഖാ. നിങ്ങളിലെ സ്ത്രീകളോട് നിങ്ങൾ ധാരാളം കടമകൾ നിർവഹിച്ചു കൊടുക്കേണ്ടവരാണ്. അതുപോലെ സ്ത്രീകൾ പുരുഷന്മാരോടും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവകാശങ്ങൾക്ക് വേണ്ടി അലമുറയിട്ട് സമരം ചെയ്യുന്ന കാലഘട്ടമാണിത്. ഈ അടുത്ത ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് സ്ത്രീധന പീഡന മരണമാണ്. സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുന്നു. സ്ത്രീ പീഡനം, സ്ത്രീധന പീഡനം ലോകത്ത് പെരുകാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കൂട്ടമാനഭംഗം നടത്തപ്പെടുന്നത് പാശ്ചാത്യ ലോകത്താണ്. അതിനെയും ലജ്ജിപ്പിക്കുന്ന അവസ്ഥയിൽ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ നാടുകളിലും അത് അരങ്ങേറുന്നുണ്ട്. പാശ്ചാത്യനെ ഒപ്പിയെടുക്കുന്ന സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരങ്ങളാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വഴിവെക്കുന്നത്. കൂട്ടമാനഭംഗത്തിന്റെ കണക്ക് ഗൂഗിൾ എടുത്ത് നോക്കിയാൽ കാണാം. ഏറ്റവും കൂടുതൽ സ്വീഡൻ, പിന്നെ അമേരിക്ക, പിന്നെ ബെൽജിയം, പിന്നെ ന്യൂസിലാൻഡ്, പിന്നെ നോർവേ തുടങ്ങിയ പാശ്ചാത്യൻ രാജ്യങ്ങൾ. ഒരു കണക്കനുസരിച്ച് ഓരോ 90 സെക്കൻഡിലും, അതായത് 1.5 മിനിറ്റ് കൂടുമ്പോ അമേരിക്കയിൽ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എന്നാൽ പൗരസ്ത്യ രാജ്യങ്ങളിൽ പൊതുവെയും ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഇത്തരം അക്രമങ്ങൾ കുറവാണ്. ഒരു ഉദാഹരണം പറയാം. ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്നവരാണല്ലോ നമ്മുടെ കൂട്ടത്തിലുള്ളവർ. സൗദിയിൽ ഒരു പെണ്ണിനെ ഏത് പാതിരാക്കും അതിലെയും ഇതിലൊക്കെ ഇറങ്ങി നടക്കാം.
നേരെ മറിച്ച് നമ്മുടെ രാജ്യത്താണെങ്കിലോ ഒരു 7:30 മണി കഴിഞ്ഞാൽ അവൾക്ക് സമാധാനത്തോടുകൂടെ ഇറങ്ങി നടക്കാനോ അവളുടെ കുടുംബത്തിലുള്ളവർക്ക് അവൾ വരുന്നത് വരെ സമാധാനത്തോടുകൂടെ ഇരിക്കാനോ കഴിയില്ല. അത്രത്തോളം നമ്മുടെ മേഖലകളിലുമൊക്കെ ഈ പറയപ്പെട്ട പോലെ സ്ത്രീ സുരക്ഷിതത്വം നഷ്ടപ്പെട്ട പോലെ ഇവിടെയാണ് അവൾ എവിടെ നിന്ന് വന്നു എന്നതിനെ ഓർമ്മപ്പെടുത്തി, ഇവിടെയാണ് അവൾക്ക് എവിടെ സ്ഥാനം കൊടുത്തു എന്നത് ഓർമ്മപ്പെടുത്തി. അവൾ സുരക്ഷിതത്വം ഉറപ്പിക്കപ്പെട്ടവളാണെന്ന് അവസാനം പ്രഖ്യാപിച്ചു അറഫയിൽ വെച്ച് സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെ എവിടെ നിന്നാ വന്നെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون. ജനിച്ച് ഈ ഭൂമിയുടെ വെളിച്ചം കാണാൻ അവകാശമില്ലാത്തവളായിരുന്നു അവൾ. ഈ ഭൂമിയിലെ പ്രകാശം കാണാൻ അവകാശമില്ലാത്തവളായിരുന്നു അവൾ. അവൾ ജനിക്കുന്നതൊരാഘോഷ പെരുമയായി അള്ളാഹു കണ്ടു. ഒരു പെൺകുഞ്ഞ് ജനിച്ചു വീഴുന്നത് ഒരു പെരുന്നാള് പോലെ എന്ന് അള്ളാഹു കണ്ടു. ഖുർആന്റെ പ്രയോഗം അങ്ങനെ, ബശറ യുബശിറു, സന്തോഷ പെരുമ. ഒരു പെരുന്നാള് പോലെയാ പെണ്ണ് ജനിച്ചു എന്ന വാർത്ത പറയലും കേൾക്കലും. പക്ഷേ പെരുന്നാളിനും മുഖം വാടുന്നുവോ പ്രിയപ്പെട്ട പിതാവേ? ആ പിതാവിന്റെ മുഖം വാടാ തന്റെ ഭാര്യ പ്രസവിച്ചത് ഒരു പെണ്ണിനെ എന്നറിയുമ്പോൾ മുസ്വദ്ദൻ വഹുവ കദീം, മുഖം വാടിയത് ദുഃഖം കൊണ്ടാ. പിന്നെ ചിന്ത മുഴുവനും യതവാറാ മിനൽ ഖൗം, തലയിൽ മുണ്ടിട്ട ആളുകൾ കാണാതെ ഒഴിഞ്ഞു മാറേണ്ട നാണക്കേടിൽ ഞാനെത്തിയോ എന്ന വളരെ മൗഢ്യമായ ധാരണ എവിടെ വരെ അവനെ എത്തിക്കുന്നുവോ അവൻ ചിന്തിക്കുന്നു. ആ കുഞ്ഞിളം പ്രായക്കാരിയെ നാണക്കേട് സഹിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കണോ? അതോ ജീവനോടെ കുഴിച്ചു മൂടണോ? ഇതാണ് അവന്റെ ചിന്ത. അത്രത്തോളം മതപതിച്ച സംസ്കാരത്തിൽ നിന്നുകൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ മൂല്യങ്ങൾ പഠിപ്പിച്ച് തകർന്ന് തരിപ്പണമായ മാനുഷിക നിയമങ്ങൾ പുനഃസംവിധാനം നടത്തി നബി മുഹമ്മദ് മുസ്തഫ. പിന്നീട് പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിയിട്ട് അവരോട് തന്നെ പറഞ്ഞു, ലിർരിജാലി നസീബും മിമ്മാ തറകൽ വാലിദാനി വൽ അഖറബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറകൽ വാലിദാനി വൽ അഖറബൂൻ മിമ്മാ ഖല്ല മിൻഹു ഔ കഥൂൻ നസീബം മഫ്റൂദാ. വാപ്പയോ ഉമ്മയോ മരിച്ചു, അല്ലെങ്കിൽ തന്നോട് ചേർന്ന് നിൽക്കുന്ന ബന്ധങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ താൻ അതിന്റെ അവകാശിയാണ് എങ്കിൽ ആണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ല, സ്വത്തിൽ അവൾക്കും കൃത്യമായ വിഹിതം അള്ളാഹു നിശ്ചയിച്ചു എന്ന അനന്തരാവകാശ സ്വത്തിന്റെ അവകാശത്തിൽ പ്രഖ്യാപനം പരിശുദ്ധ ഖുർആൻ ഇതും ഓതി കേൾപ്പിച്ചു മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാണ് ആ സമൂഹത്തെ അറഫ മൈതാനിയിലേക്ക് ക്ഷണിച്ചത്. അപ്പൊ പിന്നെ 7 മിനിറ്റ് മതി. ഇതൊക്കെ നടന്നത് എന്നത് എല്ലാവരുടെയും മനസ്സിന്റെ ഉള്ളിലൂടെ ഒരു ചിത്രീകരണം. അതിനുവേണ്ടി വേറെ ഫയലുകൾ ഉണ്ടാക്കേണ്ടതില്ല, അതിനുവേണ്ടി വീഡിയോ വിഷ്വലുകൾ തയ്യാറാക്കേണ്ടതില്ല. ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഇന്നലകളെ ഓർക്കാൻ ആ കുറഞ്ഞ സമയം കൊണ്ട് കഴിയുന്നു. അത്രത്തോളം ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് ലോകാവസാനം വരെയുള്ള മനുഷ്യ അവകാശങ്ങളെ വളരെ തുച്ഛമായ സമയത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അമ്മാനമാടിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ സ്വത്തവകാശം പറഞ്ഞോടത്ത് പ്രത്യേകം പറഞ്ഞു, മിമ്മാ ഖല്ല മിൻഹു ഔ കസൂർ,
സ്വത്തിന്റെ വിഹിതം നോക്കി വരുമ്പോൾ അവിടെ ടോട്ടലി കുറവാണേലും അല്ലേലും നസീബ മഫ്റൂദ, പെണ്ണിന് കൃത്യമായ വിഹിതം കൊടുത്തേ പറ്റൂ എന്ന് പരിശുദ്ധ ഖുർആൻ. അവിടെയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇന്ന് മനുഷ്യൻ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലാണ്. അത്രത്തോളം സംസ്കാരം നഷ്ടപ്പെട്ടിരിക്കുക. ഈ മനുഷ്യൻ എന്ന പ്രയോഗം തന്നെ മലക്കുകളുടെ ഇടയിൽ ഒരുപാട് ഉറക്കം കെടുത്തിയ ഒരു ചിന്തയായിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്മാരായ മലക്കുകളുടെ മുന്നിൽ മനുഷ്യരെ കുറിച്ചുള്ളതായ അവതരണം, ഈ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള അവതരണം നടത്തിയപ്പോ അവർ തിരിച്ചു ചോദിച്ചിരുന്നു, തജഅലു ഫീഹാ മയുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. അടിസ്ഥാനപരമായി രക്തദാഹിയാണ് മനുഷ്യൻ, സംസ്കരിക്കപ്പെടണം. ഇല്ലെങ്കിലോ മനുഷ്യന്റെ അവകാശങ്ങളെ മുറിച്ചു കളയും. അവനവന് അവകാശപ്പെട്ടതിനെ മാത്രം ഏറ്റെടുക്കുക, അവകാശപ്പെട്ടതിനെ സ്വീകരിക്കുക എന്നതിൽ നിന്നും അനധികൃതമായ കയ്യേറ്റങ്ങൾ മനുഷ്യനിൽ സാർവത്രികമായി കാണപ്പെടുന്ന ഒരു പൈശാചിക സ്വഭാവമാണ്. ഇത് തന്നെ മലക്കുകൾ നേരത്തെ ചോദിച്ചത്. ഭൂമിയിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നു. എവിടെയാ മനുഷ്യ അവകാശ പ്രഖ്യാപനങ്ങൾ നടത്തപ്പെടുന്നത്? മനുഷ്യരുടെ ഇടയിൽ തന്നെ. കാരണം എന്താ? അതിനർത്ഥം അവരിൽ വിവേകം ഇല്ലെന്ന്. അവരിൽ വിവേകമുണ്ടായിരുന്നുവെങ്കിൽ അവകാശപ്പെട്ടവന്റെ അവകാശം അങ്ങ് കൊടുക്കുമായിരുന്നു. അള്ളാഹുവോട് തിരിച്ചു ചോദിച്ചതിന് ന്യായമുണ്ട്. രക്തദാഹി, കലാപ താല്പര്യക്കാരൻ, എന്തിനാ അവനെ ഭൂമിയിലേക്ക് പടയ്ക്കുന്നതല്ല? ഈ ചോദ്യം മലക്കുകളുടെ പരിമിതമായ അറിവാണെങ്കിലും അതിനും അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? കലാപപ്രിയത്വവും രക്തദാഹവും മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ് എന്നത് സംസ്കരണം ലഭിക്കാത്ത മനുഷ്യനിലൂടെയാണ് മഹാന്മാരായ മലക്കുകൾ സൂചിപ്പിച്ചത്. അത് തന്നെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യന്റെ ബേസ് നന്ദികേടാണ്, വേഗം മറക്കും. ആത്മീയ ചിന്ത കൊണ്ട് കഴുകാത്ത മനസ്സാണെങ്കിൽ ഒരു നന്മ ഓർക്കൂല, മറന്നുപോകും. മനുഷ്യന്റെ അടിസ്ഥാനം നന്ദികേട് എന്ന് ഖുർആൻ ഇത് തന്നെയാണ് മലക്കുകളും സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും സംസ്കരണത്തിന്റെ ഇടപെടൽ അവനിൽ നടന്നിട്ടില്ലെങ്കിൽ അവൻ വൃത്തികെട്ടവൻ, അവൻ പരാജിതൻ എന്ന് ഖുർആൻ. ഏത് കാലമാണെങ്കിലും കാലത്തെ തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യന്റെ അടിസ്ഥാനം പരാജയം. ചില സന്ദർഭത്തിൽ മൃഗത്തെ പോലും നാണിപ്പിക്കുന്നു. മൃഗങ്ങളെപ്പോലെ എന്ന് പറയാറുണ്ട്. അവനൊരു മൃഗമാണ്, അവനൊരു കാട്ടാളനാണ്, സംസ്കാരമില്ലാത്തവനാണെന്ന് പറയാറുണ്ട്. എന്നാൽ മൃഗത്തെക്കാൾ അതപ്പതിക്കുന്ന സംസ്കാരം മനുഷ്യനിലുണ്ടാകാമെന്ന് ഖുർആൻ. ഒരിക്കലും ഒരു കടുവ തന്റെ വർഗത്തിൽപ്പെട്ടതിനെ കൊന്നു തിന്നാറില്ല. ഒരിക്കലും ഒരു ജീവിയും അതിന്റെ വർഗത്തിൽപ്പെട്ടതിനെ കൊന്നു തിന്നൽ പ്രയാസമാണ്. തന്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കൂടെ ജീവിക്കുന്നവരെ നിർദാക്ഷിണ്യം കഴുത്തറുക്കുന്നവൻ മനുഷ്യനാണ്. കണ്ടില്ലേ, ആഴ്ചകളോളം നമ്മുടെ നാടുകളിൽ വാർത്തയായി നിന്നത് ഒരു വിദ്യാർത്ഥിനിയെ കാണാതെ പോയതുമായി ബന്ധപ്പെട്ട കേസന്വേഷണങ്ങളായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, വിദ്യാഭ്യാസത്തിൽ ഒരുപാട് ഉന്നതിയിൽ നിൽക്കുന്ന, ഒരുപാട് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സംസാര ശൈലിയിലൂടെ ഇംഗ്ലീഷ് വളരെ അനായാസം ഉച്ചരിക്കാൻ കഴിയുന്ന വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടിയുടെ ബുദ്ധിയിലും വിദ്യാസമ്പന്നനായ പിതാവിന്റെ ബുദ്ധിയിലും ഒരു കുടുംബത്തെയല്ല, ഒരു നാടിന്റെ, ഒരു സംസ്ഥാനത്തിന്റെ, ലോകത്തെ മനുഷ്യ സ്നേഹികളുടെ സമാധാനത്തെ കെടുത്തിക്കളയും വിധം ഒരു പൊന്നോമലയെ തട്ടിക്കൊണ്ടുപോകൽ, ഇതൊക്കെ ലോകത്ത് നടക്കുന്നില്ലേ? അവകാശങ്ങൾ ധ്വംസനം ചെയ്യപ്പെടുന്നില്ലേ? മൃഗത്തെ പോലും ലജ്ജിപ്പിക്കുന്നില്ലേ? വലഖദ് ദറഅനാ ലിജഹന്നം കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കല്ലൻആം. അങ്ങനെ കുറെ മനുഷ്യരുണ്ടേ, അവർ മൃഗങ്ങളെപ്പോലെ. പോലെ എന്ന് പറഞ്ഞാൽ തന്നെ മുശബ്ബഹ് ബിഅല, മൃഗത്തിന്റെ താഴെ നിന്ന് അർത്ഥമുണ്ട്. എന്നിട്ട് വീണ്ടും ഖുർആൻ അടുത്ത വചനം എടുത്തു പറഞ്ഞു, ബൽഹും അദൽ, അതിനേക്കാളും മതപ്പതിച്ചു. മൃഗം പോലും മനുഷ്യത്വം എന്ന ഒരു നന്മ ഇല്ലാതെ പോകുന്ന ഇടം. ഹയവാൻ നാത്തിഖ്, കഠിനമായ മൃഗമാണവൻ. ഒന്ന് വർത്താനം പറഞ്ഞു എന്നേ ഉള്ളൂ, അവന്റെ നിർവചനം അങ്ങനെയാ.
ഹയവാൻ നാത്തിഖ്, അല്ലെങ്കിലും ഖുർആനിന്റെ ഗ്രന്ഥഘടന അപ്പുറത്തുനിന്ന് തുടങ്ങി ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ അൽ ബഖറ ഒരു മൃഗീയതയിൽ നിന്ന് തുടങ്ങി അന്നാസിൽ അവസാനിക്കുന്നു. ഇതൊരു സംസ്കരണ അങ്ങേയറ്റത്തുനിന്ന് ഇങ്ങേയറ്റത്തേക്ക് സഞ്ചരിക്കാത്തോടത്താണ് കൂട്ടക്കുരുതികൾക്കും കൂട്ടക്കശാപ്പുകൾക്കും തീവ്രമായ ചിന്തകൾക്കും മനുഷ്യനെ വെട്ടാനും തട്ടാനും ഇറങ്ങുന്നത്. ആ ഗ്രന്ഥത്തിന്റെ ഒരറ്റം അവിടെ നിന്ന് തുടങ്ങി ഇപ്പുറത്തെത്തുമ്പോൾ അവനെ മനുഷ്യനാക്കപ്പെടാം. അത് നടക്കുന്നില്ല ലോകത്ത്. അത് മതത്തിന്റെ ഉള്ളിൽ പോലും നടക്കുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആദ്യ ചർച്ചകൾ പോലെ ഈ മനുഷ്യത്വമായിരുന്നു, ഈ മനുഷ്യ അവകാശങ്ങളായിരുന്നു. ആദ്യ ചർച്ചകൾ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആന്റെ ആദ്യത്തെ 5 സൂക്തങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ആദ്യം വഹയായി ഇറങ്ങിയോടത്ത് 3 വട്ടാണ് ഇൻസാൻ എന്ന പ്രയോഗം. അൽ ഇൻസാൻ ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലഖിൽ നിന്നും മനുഷ്യവർഗം. അൽ ഇൻസാൻ അലിഫ് ലാം, അത് വ്യാപകമായ ഒരു വർഗത്തെ ഉദ്ദേശിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു മഅനയാണ്, ഒരർത്ഥമാണ്. മനുഷ്യവർഗത്തെ അലഖിൽ നിന്നും പടയ്ക്കപ്പെട്ടു. അതുകൊണ്ട് വഹയിന്റെ ആദ്യ വചനങ്ങൾ പോലും ഈ മനുഷ്യനെ പറയാനാണ്. ഖുർആനിൽ ഒരു അധ്യായം തന്നെ സൂറത്തുൽ ഇൻസാൻ, മനുഷ്യവർഗം, 60 ഇടങ്ങളിലാ ഇൻസാൻ എന്ന പ്രയോഗമുള്ളത്. അത്രത്തോളം മനുഷ്യാവകാശം പറയാൻ ലോകത്ത് ഈ ഗ്രന്ഥത്തിന്റെ അപ്പുറത്തേക്ക് ഇനി ആരും പറയാനില്ല. ഇത് നടപ്പാക്കിയ മുഹമ്മദ് നബിയേക്കാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പുറം ഇനി വേറൊരാളുമില്ല. അതുകൊണ്ട് റൂസോയിലും ആദം സ്മിത്തിലും അരിസ്റ്റോട്ടിലും ഒന്നുമല്ല മനുഷ്യാവകാശ പ്രഖ്യാപനം എത്താൻ. ചരിത്രത്തെ അവിടെ കൊണ്ടുവന്ന് അതിനൊരു അതിര് കെട്ടിവെച്ചിരിക്കും. അതിനപ്പുറത്തേക്ക് ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ ഈ പ്രഖ്യാപനങ്ങൾ മുഴുവനും പഠിപ്പിച്ചു തരുന്നത് സുതാര്യമായ മനുഷ്യ ചിന്തയുടെ നല്ല ഒരു ഭാവിയേക്കുള്ള വാഗ്ദാനങ്ങളാണ്. അല്ലാഹു നിറവേറ്റി തരട്ടെ. ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മതത്തിന്റെ സൗന്ദര്യത്തെ പ്രകടിപ്പിക്കാനുള്ളതായ ഒരു ഭാഗ്യം നമ്മളുടെ പ്രവർത്തനങ്ങളാൽ അല്ലാഹു നിശ്ചയിച്ചു തരട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, നീ കബൂലാക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. ഈ അടുത്ത ദിവസം വിദേശത്തേക്ക് പോകുന്ന പലർക്കും വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ, പ്രത്യേകിച്ച് ജോലി തേടി പോകുന്നവരുണ്ട്, യാത്രകൾ എളുപ്പമാക്കണേ അല്ലാ, ഖൈറായ ജോലി അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഖൈറായ വരുമാനത്തിലേക്ക് അവരെ ചേർക്കണേ അല്ലാ. നാട്ടിലും വിദേശത്തും നിലവിൽ ജോലി തേടിക്കൊണ്ടിരിക്കുന്നവരിൽ റബ്ബേ, നിന്റെ സ്നേഹത്തിന്റെ ഇടപെടൽ വേണമല്ലാ. അല്ലാഹുവേ, ക്യാൻസർ രോഗത്തിന്റെ ട്രീറ്റ്മെന്റുമായി അതിന്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ച് അടുത്ത ദിവസം അതിന്റെ ടെസ്റ്റുകൾക്ക് വിധേയനാവേണ്ട ഒരു സഹോദരനുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടെയാ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലാഹുവേ, ആ സഹോദരന് നല്ല റിസൾട്ട് കൊടുക്കണേ അല്ലാ. മരുന്നിൽ മാറുമെന്ന് ഡോക്ടർ പറഞ്ഞോടത്തേക്കെത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ ചികിത്സയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കുവൈത്തിൽ വാഹനം ഓടിക്കുന്ന ഒരു സഹോദരൻ പുതിയൊരു ജോലി തേടുന്നു. ദിവസങ്ങളായി മാസങ്ങളായി ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഖത്തറിൽ ജോലി തേടിപ്പോയിരിക്കുന്നു. ഇതുവരെ ജോലിയൊന്നും ശരിയായിട്ടില്ല. പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ആക്സിഡന്റിനോടനുബന്ധമായി കോമാ സ്റ്റേജിൽ കഴിയുന്ന ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഭർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരിൽ എന്താണോ ഖൈറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവരുടെ പരിചരണത്തിൽ ആർക്കും മുഷിപ്പ് വരല്ല അല്ലാ. അല്ലാഹുവേ, അതിനുള്ള സമ്പത്ത് അവരിലില്ല, പലരാലും കൊടുത്തിട്ടാ അത് നടന്നു പോകുന്നത്. ഒന്നും മുടങ്ങല്ല തമ്പുരാനേ, മുടങ്ങല്ല അല്ലാ. ഈ അടുത്ത ദിവസങ്ങളിലായി മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളാണ്, ഓർമ്മ ദിനങ്ങളാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആ മരണപ്പെട്ട എല്ലാവർക്കും, ഞങ്ങളിൽ നിന്ന് മരിച്ച എല്ലാവർക്കും, ഈ പള്ളിയോട് ചുറ്റും മുന്തി വിശ്രമം കൊള്ളുന്ന എല്ലാവർക്കും നീ പരിപൂർണ മഗ്ഫിറത്ത് നൽകുക അല്ലാ. സ്വർഗം നൽകണേ അല്ലാ.
അല്ലാഹുവേ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുക അല്ലാ. ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാ നീ നിറവേറ്റിത്തരണേ അല്ലാ. ഹജ്ജ് ഫർളായവർക്കത് നിർവഹിക്കാൻ, അത് കബൂലാവാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിലും മറ്റുമൊക്കെ നടക്കുന്ന പല പരിപാടികളും ഞങ്ങളുടെ മഹലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തപ്പെടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ തലത്തിൽ വരുന്ന മുസാബഖയുടെ പരിപാടി ഈ മഹല്ലാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലാഹുവേ, അതിന്റെ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പലരും അതിലേക്ക് സഹായിക്കുന്നവരുണ്ട്, സഹകരിക്കേണ്ടവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും ഖൈർ നൽകുക അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.